അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് മെൻഡൽസിൻ്റെ പ്രധാനപ്പെട്ട 3 നിയമങ്ങളിലേക്കാണ്. മെൻഡൽസ് ലോ 3 പ്രധാനപ്പെട്ട നിയമങ്ങളാണ് മെൻഡൽ പ്രസ്താവിച്ചിട്ടുള്ളത്. ആ നിയമങ്ങൾ ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ്? ഒന്ന് ലോ ഓഫ് ഡോമിനൻസ്, രണ്ടാമത്തെ ലോ ഓഫ് സെഗ്രിഗേഷൻ, മൂന്നാമത്തെ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ആ 3 പേരൊന്ന് ഉറപ്പിച്ച് വെച്ച് എന്തൊക്കെയാണ്? ലോ ഓഫ് ഡോമിനൻസ് നമ്മൾ സിമ്പിളാണ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിലുള്ളൂ. ലോ ഓഫ് ഡോമിനൻസ്. നെക്സ്റ്റ് ലോ ഓഫ് സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ എന്താ? സെഗ്രിഗേറ്റ് ചെയ്യാൻ എന്താ? സെപ്പറേറ്റ് ആക്കാനുള്ള അർത്ഥം അല്ലേ? ഇങ്ങനെ വേർതിരിക്കാനുള്ള അർത്ഥമാണ് സെഗ്രിഗേഷൻ. അടുത്ത് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഓക്കെ, സിമ്പിൾ ലോസ് ആണ്, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ ഇത് സിമ്പിൾ ആവുള്ളൂ. ഓക്കെ, നമുക്ക് അപ്പോൾ ഓരോ നിയമങ്ങളിലേക്ക് പോവാം. അപ്പോൾ 3 നിയമങ്ങളാണ് പഠിക്കാനുള്ളത്. ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഫസ്റ്റ് ലോ ഓഫ് ഡോമിനൻസ് എന്താണ്? ഇത് നമ്മൾ നമ്മുടെ മെൻഡൽസിൻ്റെ ഫസ്റ്റ് ലോ എന്നറിയപ്പെടാൻ കേട്ടോ. സോ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ദി ഫസ്റ്റ് ലോ ഓഫ് മെൻഡൽ, അല്ലെങ്കിൽ മെൻഡലിൻ്റെ ഫസ്റ്റ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലേ? മെൻഡൽസ് ഫസ്റ്റ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ് നമുക്ക് ഈ നിയമം പറഞ്ഞു നോക്കാം. ഓക്കെ, ഈ നിയമപ്രകാരം ഇപ്പോൾ ഒരു ജീവി, ആ ജീവിയുടെ ഒരു സെല്ലെടുത്ത് നോക്കുകയാണെങ്കിൽ ആ ജീവിയുടെ ഫിനോടൈപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഫിനോടൈപ്പ് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഒരു ഡോമിനൻ്റ് അലീലിൻ്റെ ഭാഗമായിട്ടാവും വന്നിട്ടുണ്ടാവുന്നതാണ് ഇയാൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളാക്കി പറയുകയാണ്. എന്താണ്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇതിൽ ആരുടെ ഫീച്ചറാണ് ഫീനോടൈപ്പിൽ എക്സ്പ്രസ് ചെയ്യുക വെച്ചാൽ അതിലെ ഡോമിനൻ്റ് ആയിട്ടുള്ള ആളെ ഫീച്ചറാണ് എന്ത് ചെയ്യുക? എക്സ്പ്രസ് ചെയ്യുക അല്ലേ? നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ച കാര്യത്തില്ലേ, ഡോമിനൻ്റ് ആളെ ഫീച്ചറാണ് എന്ത് ചെയ്യുക? എക്സ്പ്രസ് ചെയ്യുക. റിസസീവ് ആൾ എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യില്ല, അത് സപ്രസ് ചെയ്യും. അപ്പോൾ റിസസീവ് അലീലിനെ ആര് സപ്രസ് ചെയ്യുന്നു? ഡോമിനൻ്റ് അലീൽ സപ്രസ് ചെയ്യുന്നു. എപ്പോൾ? ഹെട്രോസൈഗസ് കണ്ടീഷൻ വരുമ്പോൾ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറിയാണെന്ത്? ലോ ഓഫ് ഡോമിനൻസ്. ഇതാണെന്ത്? ലോ ഓഫ് ഡോമിനൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് ഡോമിനൻസ് പ്രകാരം ഹൈബ്രിഡ് ഓഫ് സ്പ്രിങ് എന്താണ്? ഹെട്രോസൈഗസ് ഓഫ് സ്പ്രിങ് ആയിട്ട് ഉദ്ദേശിച്ച് ഹൈബ്രിഡ് എന്താ? രണ്ടും കൂടി മിക്സ് ആയതെന്ന് അല്ലേ? അപ്പോൾ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഹൈബ്രിഡ് ഓഫ് സ്പ്രിങ്ങിൻ്റെ കേസിൽ ഒരു ട്രേറ്റ് മാത്രമേ എന്തുള്ളൂ? എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ക്യാപിറ്റൽ ആർ റെഡിനുള്ളതാണ്, സ്മോൾ ആർ വൈറ്റിനുള്ളതാണ് വിചാരിക്കുക. അത് രണ്ടും കൂടി എക്സ്പ്രസ് ചെയ്തില്ല, ആരെങ്കിലും ഒന്നേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഏതാണത്? ക്യാപിറ്റൽ ആർ എസ് എക്സ്പ്രസ് ചെയ്തുള്ളൂ, അല്ലെങ്കിൽ റെഡാണ് അവിടെ എക്സ്പ്രസ് ചെയ്തത്. ക്ലിയർ അല്ലേ? ആ എക്സ്പ്രസ് ചെയ്ത ട്രൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ എന്താണ്? അതെൻ്റെ ഡോമിനൻ്റ് ആയിട്ടുള്ള ട്രൈറ്റ് ആണ്. ക്ലിയർ അല്ലേ? നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം തന്നെ. അതാണെന്ത്? മറ്റേ ട്രൈറ്റ് എന്താണ്? റിസസീവ് ട്രൈറ്റ് ആണ്. എക്സ്പ്രസ് ചെയ്യാത്ത ട്രൈറ്റ് എന്താണ്? റിസസീവ് ട്രൈറ്റ് ആണ്. ഇതാണെന്ത്? ലോ ഓഫ് ഡോമിനൻസ്. സിമ്പിളാണ്, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ലോ നമുക്ക് നോക്കാം. ലോ ഓഫ് സെഗ്രിഗേഷൻ എന്നുള്ളതാണ്. ലോ ഓഫ് സെഗ്രിഗേഷൻ നമുക്കറിയാം. അച്ഛൻ ക്യാപിറ്റൽ ആർ വിചാരിക്കുക. അച്ഛൻ എന്താണ്? ക്യാപിറ്റൽ ആർ ആണ് വിചാരിക്കുക. അച്ഛൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ് വിചാരിക്കുക. അമ്മയും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ് വിചാരിക്കുക. അമ്മി എന്താണ്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് വിചാരിക്കുക. ക്ലിയർ അല്ലേ? ഇനി ഇവർക്കുണ്ടാവുന്ന കുട്ടി അല്ലേ, ഇവർക്കുണ്ടാവുന്ന ഗാമേറ്റ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഗാമേറ്റ് ഉണ്ടാവും നമുക്കറിയാം അല്ലേ? ഇവിടുന്ന് ഗാമേറ്റ് ഫോം ചെയ്യുമ്പോൾ അച്ഛൻ്റെ ഗാമറ്റിൽ ഒന്നെങ്കിൽ ക്യാപിറ്റൽ ആർ ഉണ്ടാവും, അല്ലെങ്കിൽ സ്മോൾ ആർ ഉണ്ടാവും. അമ്മയുടെ ഗാമറ്റിലാണെങ്കിൽ ഒന്നെങ്കിൽ ക്യാപിറ്റൽ ആർ വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സ്മോൾ ആർ വരാം. അമ്മേൻ്റെ ഗാമറ്റിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇങ്ങനെ ഒരു ഗാമറ്റിൽ തന്നെ രണ്ടും കൂടി വരുമോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗാമേറ്റ് ഫോം ചെയ്യുമ്പോൾ അലീൽസിലെ ഒരു ഗാമേറ്റിക്കും മറ്റേത് ഒരു ഗാമേറ്റിക്കാണ് പോകുന്നത് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ അച്ഛൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വിചാരിക്കുക. അപ്പോൾ അച്ഛൻ എന്തുണ്ടാക്കും? അച്ഛൻ ഉണ്ടാക്കുന്ന ഗാമേറ്റിൽ നമുക്കറിയാം ഗാമേറ്റ് എന്താണ്? ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് എന്താ? എല്ലാ ജീനും ഒന്നേ കാണപ്പെടുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ ആർ എന്നുള്ളതും സ്മോൾ ആർ എന്നുള്ളത് എന്താണ്? സെയിം ജീനാണ്. ഫ്ലവറിന് നിറം കൊടുക്കുന്ന ജീൻസാണ്, പക്ഷേ ഡിഫറെൻറ്റ് അലീൽസാണ്. ഒന്ന് ചുവപ്പ് നിറം കൊടുക്കുക, ഒന്ന് വെള്ള നിറം കൊടുക്കുക. ഡിഫറെൻറ്റ് അലീൽസാണ്, പക്ഷേ സെയിം ജീനാണ്. അപ്പോൾ ഗാമേറ്റിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ രണ്ടും കൂടി വന്നതിന് അർത്ഥം എന്താ? ഒരു ജീനിൻ്റെ തന്നെ 2 കോപ്പി വന്നു. ഒരു ജീനത്തിൻ്റെ 2 കോപ്പി അല്ലെങ്കിൽ ഒരു ക്രോമസോം തന്നെ 2 വന്നുള്ള അർത്ഥമായി മാറി. എന്ന് വെച്ചാൽ എന്താണത്? ഡിപ്ലോയിഡ് കണ്ടീഷൻ. അങ്ങനെ വരില്ലല്ലോ. ഹാപ്ലോയിഡ് ആണ് കണ്ടീഷൻ. ഗാമേറ്റ് എപ്പോഴും എന്താണ്? ഹാപ്ലോയിഡ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഗാമേറ്റിൽ ഒരു ജീന് ഒന്നേ ഉണ്ടാവുള്ളൂ. ഒരു ഗാമേറ്റിൽ അല്ലെങ്കിൽ ഒരു ക്രോമസോം ഒന്നേ ഉണ്ടാവുള്ളൂ. അതാണ് കറക്റ്റ് രൂപം. എന്താണ്? ഒരു ഗാമേറ്റ് എന്നുള്ള സെല്ല് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർ സ്പേം ആൻഡ് ഓവം, അതാണ് ഗാമേറ്റ്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ക്രോമസോമും എത്ര ഉണ്ടാകും? 1 ഉണ്ടായിരിക്കും. പക്ഷേ ഡിപ്ലോയിഡ് എന്താ? ഓരോ സെല്ലിലും ഓരോ ക്രോമസോം 2 ഉണ്ടെങ്കിലാണ് ഡിപ്ലോയിഡ് ആവുക. വെച്ചാൽ നമ്മൾ മനുഷ്യൻ്റെ കേസിലാണ് 23 പെയർസ് നമ്മൾ പറയും അല്ലേ? 23 ജോഡികൾ. പക്ഷേ ഗാമേറ്റിൻ്റെ കേസിൽ എന്താ? ഓരോ ക്രോമസോമും ഒറ്റ കോപ്പിയെ കാണുള്ളൂ. വിച്ച് മീൻ 23 കാണപ്പെടുള്ളൂ. നമ്മുടെ കേസിൽ, മനുഷ്യന്മാരുടെ കേസിൽ 23 മാത്രമേ കാണപ്പെടുള്ളൂ.
ക്ലിയർ അല്ലേ? അതാണ് എന്ത് ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് എന്നൊക്കെ പറഞ്ഞ കേസിലെ. അപ്പോൾ നമുക്ക് ഗാമേറ്റ് എന്താണ്? ഹാപ്ലോയിഡ് ആണ്. ഗാമേറ്റ് എന്താണ്? ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ എല്ലാ ക്രോമസോം എത്ര കാണുള്ളൂ? ഒന്നേ കാണുള്ളൂ. അപ്പോൾ എല്ലാ ജീൻസ് എത്ര ഉണ്ടാവുള്ളൂ? ഒരു ജീൻസേ ഉണ്ടാവുള്ളൂ. ഒന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ഗാമേറ്റിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആറും കൂടി വരുമോ? ഇല്ല. ഗാമേറ്റിൽ ഒന്നെങ്കിൽ ക്യാപിറ്റൽ ആർ ഉണ്ടാവും അല്ലെങ്കിൽ സ്മോൾ ആർ ഉണ്ടാവും. ക്യാപിറ്റൽ ആർ ഒരു ക്രോമസോമിലും സ്മോൾ ആർ വേറെ ക്രോമസോമിലാണ് കിടക്കുന്നത്. ക്യാപിറ്റൽ ആർ ഇപ്പോൾ മൂന്നാമത്തെ ക്രോമസോമിലാണ് ഇതിന് വിചാരിക്കുക. അപ്പോൾ അച്ഛന്ന് വന്ന ഈ അച്ഛൻ്റെ അച്ഛന്ന് വന്നേമിലാണിത് ക്യാപിറ്റൽ ആർ കിടക്കുന്നത്. അമ്മയെന്ന് വന്നേമിൽ എന്താ കിടക്കുന്നത്? സ്മോൾ. രണ്ടും എന്താണ്? ഹോമലോഗസ് ക്രോമസോമാണ് അല്ലേ? നമുക്കറിയാം എല്ലാ ക്രോമസോമും നമുക്ക് പെയർഡായിട്ടാണ് കിടക്കുന്നത് അല്ലേ? ഒന്നാമത്തെ ക്രോമസോമും രണ്ടാമത്തെ ക്രോമസോമും മൂന്നാമത്തെ ക്രോമസോമും ഒക്കെ നമുക്ക് പെയർഡായിട്ടാണ് കിടക്കുന്നത്. എല്ലാം നമുക്ക് പെയർഡായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്രോമസോം അത് രണ്ടെണ്ണം ഉണ്ടായിരിക്കും. ഒന്ന് അച്ഛന്ന് വന്നുകൊണ്ടായിരിക്കും, ഒന്ന് അമ്മയെന്ന് വന്നുകൊണ്ടായിരിക്കും. അതിൽ ഏത് ഒന്നുമിലാണ് ഇത് ക്യാപിറ്റൽ ആർ കിടക്കുന്നത്, മറ്റേമിലാണ് കിടക്കുന്നത് സ്മോൾ ആർ കിടക്കുന്നത്. ക്ലിയർ അല്ലേ? രണ്ടും രണ്ട് ക്രോമസോമല്ല, പക്ഷേ സെയിം ക്രോമസോമാണ്. വിച്ച് മീൻസ് രണ്ടും ഒരേ ടൈപ്പ് ക്രോമസോമാണ്. ഒന്നാമത്തെ ക്രോമസോമിന് ഒന്നാമത്തെ, രണ്ടാമത്തെ. അപ്പോൾ സെയിം ടൈപ്പ് ക്രോമസോമാണ്. ഒന്നാമത്തെ ക്രോമസോം എന്ന് വിചാരിക്കുക. രണ്ടും സെയിം ടൈപ്പ് ക്രോമസോം എന്ന് വെച്ചാൽ രണ്ടും ഒന്നാമത്തെ ക്രോമസോമാണ്. അത് എത്ര ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഒന്ന് അച്ഛന്ന് വന്ന ഒന്നാമത്തെ ക്രോമസോമിലും ഒന്ന് അമ്മയെന്ന് വന്ന ഒന്നാമത്തെ ക്രോമസോമിലും നിൽക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഗാമേറ്റ് ഉണ്ടാകുമ്പോൾ ഒന്നെങ്കിൽ ക്യാപിറ്റൽ ആർ ഒരു ഗാമറ്റിക്ക് പോകും, സ്മോൾ ആർ എന്ത് ചെയ്യും? മറ്റേ ഗാമറ്റിക്കാണ് പോകും. രണ്ട് ഗാമറ്റിക്കായിട്ട് പോകും. അല്ലാതെ ഒരു ഗാമറ്റ് തന്നെ എന്തുണ്ടാവില്ല? ക്യാപിറ്റൽ ആർ സ്മോൾ ആറും കൂടി കിടക്കൂല. അതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫാസ്റ്റാക്കി പറഞ്ഞു വിടണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്? ഒരു ഗാമറ്റ് തന്നെ എന്തുണ്ടാവില്ല? ജീൻസുകൾ രണ്ട് ജീൻസ് വെച്ചാൽ ഒരു സെയിം ജീന് രണ്ടെണ്ണം വരില്ല. മനസ്സിലാവുണ്ടോ? വെച്ചാൽ ഡിപ്ലോയിഡ് കണ്ടീഷൻ അല്ല, ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. ഒന്നെങ്കിൽ ക്യാപിറ്റൽ ആർ വരാം അല്ലെങ്കിൽ സ്മോൾ ആർ വരാം. അല്ലാതെ ഒരു ഗാമറ്റിൽ തന്നെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഉള്ള കണ്ടീഷൻ വരില്ല. അങ്ങനെ വന്നാൽ ഒരു അസുഖമായിട്ട് മാറും കേട്ടോ. അങ്ങനെ വന്നതാണ് അതൊരു അസുഖമായിട്ട് മാറും. ഓക്കെ. അപ്പോൾ ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത് വെച്ചാൽ ഗാമേറ്റ് ഫോം ചെയ്യുമ്പോൾ ഈ ഹെറിഡിറ്ററി ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് അലിൽസ ഉദ്ദേശിക്കുന്നുണ്ടോ? ഹെറിഡിറ്ററി ഫാക്ടർ എന്ന് വെച്ചാൽ അലിൽസാണ്. അലിൽസ് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റ് ഇട്ട് ഒന്നൊരു ഗാമേറ്റിക്കും മറ്റത് മറ്റൊരു ഗാമറ്റിക്കാണ് പോവുക. ഓക്കെ. എന്ന് വെച്ചാൽ വേറൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ആൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ജീൻസ് എന്ന് വെച്ചാൽ അലീൽസ് എന്ത് ചെയ്യുന്നു? ഗാമേറ്റ് ഫോർമേഷൻ സമയത്ത് നിന്നു സെഗ്രിഗേറ്റ് ചെയ്യുന്നു. അവർ പരസ്പരം എന്ത് ചെയ്യുന്നു? സെഗ്രിഗേറ്റ് ചെയ്യുന്നു, വേർതിരിയുന്നു. ഒന്ന് ഒരു ഗാമറ്റിക്കും മറ്റത് വേറൊരു ഗാമറ്റിക്കും എന്ത് ചെയ്യുന്നു? പോകുന്നു. പിന്നെ അത് അപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഉണ്ടെങ്കിൽ അച്ഛൻ എന്താ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പോൾ അച്ഛൻ രണ്ട് തരത്തിലുള്ള ഗാമറ്റ് ഉണ്ടാക്കും. ഒന്നെന്താണ്? ക്യാപിറ്റൽ ആറുള്ള ഗാമറ്റും ഒന്ന് സ്മോൾ ആറുള്ള ഗാമറ്റും. ഇനി അമ്മയും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് ചോദിക്കുക. അപ്പോൾ അമ്മ രണ്ട് തരത്തിലുള്ള ഗാമറ്റ് ഉണ്ടാക്കും. എന്താണ്? ക്യാപിറ്റൽ ആർ ഗാമറ്റും സ്മോൾ ആർ ഗാമറ്റും. പിന്നെ ഇവർ തമ്മിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഫ്യൂസ് ആയിട്ടാണ് എന്ത് ചെയ്യുക? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലെങ്കിൽ ഇവിടുത്തെ ക്യാപിറ്റൽ ആറും ഈ അമ്മയെന്ന് വന്ന ക്യാപിറ്റൽ ആറും ചേർന്നിട്ട് ക്യാപിറ്റൽ ആർ ഉണ്ടാവും. അങ്ങനെ ഫ്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? കുട്ടിക്ക് എന്ത് ചെയ്യും? ഇതിൽ ഏതെങ്കിലും വേറെ തരത്തിൽ ജീനോ ടൈപ്പ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് എത്ര ഫാസ്റ്റായിട്ട് പോണത്. ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുന്നേ പഠിച്ച കാര്യം തന്നെയാണ്. എന്താണത്? ഗാമേറ്റ് ഫോം ചെയ്യുമ്പോൾ അലിൽസ് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്നൊരു ഗാമറ്റിക്കും മറ്റത് വേറെ ഗാമറ്റിക്കാണ് പോവുക. എന്ന് വെച്ചാൽ രണ്ട് അലിൽസും കൂടി എന്ത് ചെയ്യില്ല? ഒരു ഗാമറ്റ് പോയി നിൽക്കില്ല. അതാണെന്ത്? ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് മെൻ്റലിൻ്റെ മൂന്നാമത്തെ നിയമമാക്കിയിട്ടാണ് നമ്മൾ മെൻ്റലിൻ്റെ മൂന്നാമത്തെ. അപ്പോൾ രണ്ടാമത്തെ നിയമമാണ് ഇനി പഠിക്കാൻ പോട്ടെ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച രണ്ടാമത്തെ നിയമമാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ശരിക്കും എന്താണ്? മെൻ്റലിൻ്റെ മൂന്നാമത്തെ നിയമം. എൻ്റെ സ്ലൈഡ് വെച്ചപ്പോൾ ഒന്ന് മാറിപ്പോയതാണ്. ഈ നിയമം കഴിഞ്ഞിട്ട് വേണമായിരുന്നു, അടുത്ത ഇനി പഠിക്കാൻ പോണ നിയമം കഴിഞ്ഞിട്ട് വേണമായിരുന്നു ഇത് പറയേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെന്താണ്? മെൻ്റലിൻ്റെ മൂന്നാമത്തെ നിയമമാണ് ഓർത്ത് വയ്ക്കുക. അടുത്ത മെൻ്റലിൻ്റെ രണ്ടാമത്തെ നിയമമാണ്. അപ്പോൾ ഒന്നാമത്തെ നിയമം എന്തായിരുന്നു? ലോ ഓഫ് ഡോമിനൻസ്. രണ്ടാമത്തെ നിയമം എന്താ? ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകണം. എന്താണ്? ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഇതെന്താണ്? മെൻ്റലിൻ്റെ സെക്കൻഡ് ലോ ആണ്. മെൻ്റലിൻ്റെ എന്താണ്? സെക്കൻഡ് ലോ ആണെന്ത്? ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഓക്കെ. ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഇത് കുറച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്താ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇതൊരു സെല്ലാന്ന് വിചാരിക്കുക. ഇതൊരു സെല്ലാണ്. ആ സെല്ലിലാണ് ക്രോമസോം വരയ്ക്കാൻ പോവാണ്. ഓക്കെ. രണ്ട് ക്രോമസോം വരയ്ക്കാൻ പോവാണ്. ഇതൊരു ക്രോമസോമാണ്. ഇതതിൻ്റെ പെയറായിട്ടുള്ള വേറെ ക്രോമസോമാണ്. ഇനി ഞാൻ വേറെ ക്രോമസോം വരയ്ക്കാൻ പോവാണ്. ഇത് വേറൊരു ക്രോമസോമാണ്. ഓക്കെ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ആക്കി വരയ്ക്കേണ്ടത്. ഓക്കെ. ഇതിലും എന്തുണ്ട്? ക്യാപിറ്റൽ എ ഉണ്ട്, അതിൻ്റെ അലിൽസായിട്ടൂടെ സ്മോൾ എ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിമേ വേറൊരു ജി ഉണ്ട്, ഇത് വേറെ ക്രോമസോമാണ്, വേറെ ജീനാണ്. ആ ജീനെ എന്തെടുക്കാം? ഒരു വേറെ ലെറ്റർ ഇപ്പോൾ ഏതാ പറയുക? വെറൈറ്റി ജി ആയിക്കോട്ടെ. ക്യാപിറ്റൽ ജി എന്നുള്ള ജീനുണ്ട്. ഇവിടെ എന്തുണ്ട്? സ്മോൾ ജി എന്ന് പറഞ്ഞ ജീനുണ്ട് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഗാമേറ്റ് ആകുമ്പോൾ ഇതിൻ്റെ ഗാമേറ്റ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം
ഇപ്പോൾ 2 ഗ്യാമേറ്റ് ഉണ്ടാകുമ്പോൾ ഇതിന് 2 ഗ്യാമേറ്റ് ഉണ്ടാകാൻ പോകുമെന്ന് വിചാരിക്കുക. 2 ഗ്യാമേറ്റ് ഉണ്ടാകാൻ പോകുമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിൽ ഗ്യാമേറ്റിൽ നമുക്കറിയാം ഒരു ക്രോമസോമിൻ്റെ തന്നെ 2 കോപ്പി കൂടി വരില്ല. ഒരു ക്രോമസോം 1 കോപ്പി വരുള്ളൂ. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവാം? അപ്പോൾ ഇത് 1ാമത്തെ ക്രോമസോം എന്ന് വിചാരിക്കുക കേട്ടോ. ഇത് 2ാമത്തെ ക്രോമസോം എന്ന് വിചാരിക്കുക. അപ്പോൾ 1ാമത്തെ ക്രോമസോമിൻ്റെ ഒരു കോപ്പി ഇവിടെ ഉണ്ടായിരിക്കും. 2ാമത്തെ ക്രോമസോമിൻ്റെ ഒരു കോപ്പി ഇവിടെ ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഇവിടെ ആണെങ്കിൽ 1ാമത്തെ ക്രോമസോമിൻ്റെ ഒരു കോപ്പി ഇവിടെ ഉണ്ടായിരിക്കും. 2ാമത്തെ ക്രോമസോമിൽ 2 കോപ്പി എന്ന് വെച്ചാൽ 2ാമത്തെ കോപ്പിൻ്റെ 2 കോപ്പിയും കൂടി അല്ല 2ാമത്തെ ക്രോമസോമിൻ്റെ 2 കോപ്പി ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള അർത്ഥം അല്ലേ? 1ാമത്തേൻ്റെ 1ഉം 2ാമത്തേൻ്റെ 1ഉം ഒക്കെ സിംഗിളായിട്ടാണ് കാണപ്പെടുക, പെയർഡായിട്ട് കാണും. പക്ഷേ ഇവിടെ എന്താണ് 1ാമത്തെ 2 ഉണ്ട്, 2ാമത്തെ 2 ആയിട്ട് കിടക്കുന്നുണ്ട്, 3ാമത്തെ 2 ആയിരിക്കും. അത് ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. അപ്പോൾ ഇതെന്താണ്? ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. ഇതെന്താണ്? ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. ഇതാണെന്ത്? ഗാമേറ്റ്സ്. ഹാപ്ലോയിഡ് കണ്ടീഷനാണെന്ത്? ഗാമേറ്റ്സ്. ഓക്കെ. അപ്പോൾ ഗാമേറ്റ്സിൽ എന്താണ്? എല്ലാം സിംഗിളായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ? അപ്പോൾ സിംഗിളായിട്ട് കാണുമ്പോൾ ഇതെന്തായിരിക്കാം? ഒന്നെങ്കിൽ ഇത് ക്യാപിറ്റലായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? സ്മോൾ എ ആവാം. ഓക്കെ. ഇതെന്താണ്? ഇതൊന്നെങ്കിൽ ക്യാപിറ്റൽ ജി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? ഇത് സ്മോൾ ജി ആവാം. ഇതെന്തായിരിക്കാം? ഇത് ക്യാപിറ്റൽ എൻ ആയിരിക്കാം. എന്ന് വെച്ചാൽ സപ്പോസ് നമ്മൾ വിചാരിക്കുക, ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഇത് ക്യാപിറ്റൽ എന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ ആവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഇതെന്താവുള്ള ചാൻസ് ഉണ്ട്? ഇത് ക്യാപിറ്റൽ ജി ആണെന്ന് വിചാരിക്കുക. ഇത് ക്യാപിറ്റൽ ജി എന്ന് വെച്ചാൽ ഇയാളാണ് വന്ന് വിചാരിക്കുക, ക്യാപിറ്റൽ ജി. ഓക്കെ. അപ്പോൾ ഇയാളെന്തായി മാറും? ഇത് സ്മോൾ എയും ഇത് സ്മോൾ ജിയും വരാം അല്ലേ? ഇതൊരു കണ്ടീഷനാണ്. ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം നമുക്ക്. അവിടുന്ന് വന്നത് ക്യാപിറ്റൽ എ തന്നെ, പക്ഷേ ഇങ്ങോട്ട് വന്നത് എന്താണ്? സ്മോൾ ജി ആണ് വന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് സ്മോൾ ആയിരിക്കും. ഇതെന്തായിരിക്കും? ഇത് ക്യാപിറ്റൽ ജി ആയിരിക്കും. മനസ്സിലാവട്ടോ? എന്ന് വെച്ചാൽ ഈ എ വരുന്നതിനനുസരിച്ചാണോ ജി വരുന്നത്? എൻ്റെ കൂടെ എന്ത് വരാം? എൻ്റെ കൂടെ സ്മോൾ ജി വരാം. ഇപ്പോൾ സ്മോൾ ജി വന്നു. നമ്മൾ മുന്നേ വിളിച്ചിരുന്നു ക്യാപിറ്റലിൻ്റെ കൂടെ ഏതാ വന്നത്? ക്യാപിറ്റൽ ജി വന്നത്. അപ്പോൾ ക്യാപിറ്റലിൻ്റെ കൂടെ ഒന്നെങ്കിൽ സ്മോൾ ജി വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ജി വരാം. എന്ത് വരാം? അപ്പോൾ ഈ എയും ജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. എൻ്റെ കൂടെ ക്യാപിറ്റൽ ജി വേണമെങ്കിൽ വരാം, സ്മോൾ ജി വേണമെങ്കിൽ അത് വരാം, അല്ലെങ്കിൽ ജീനെ വെച്ച് നോക്കുമ്പോൾ ക്യാപിറ്റൽ ജീൻ്റെ കൂടെ സ്മോൾ എ വരാം, അല്ലെങ്കിൽ എന്താണ്? ക്യാപിറ്റൽ എ വരാം, ഏതും വരാം. ഇതാണ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ലോ. എന്ന് വെച്ചാൽ ഒരു ജീൻ്റെ മൂവ്മെൻറ്റ് മറ്റേ ജീൻ്റെ മൂവ്മെൻറ്റ് തമ്മിൽ എന്തില്ല? ബന്ധമില്ല. പക്ഷേ ഈ നിയമമൊക്കെ പിന്നെ മാറ്റി വെച്ചിട്ടുണ്ടോ? ലിങ്കേജ് ഉള്ള കൺസെപ്റ്റ് വേറെ പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനില്ല. ആ ലിങ്കേജ് ഉള്ള കൺസെപ്റ്റ് വന്നപ്പോഴത്തൊക്കെ നിയമമൊക്കെ ലിങ്കേജ് നമുക്ക് ലിങ്കേജ് പഠിക്കാണ്ട് കേട്ടോ. ലിങ്കേജ് ജീൻ പഠിക്കാണ്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ലിങ്കേജ് ജീൻ. അപ്പോൾ ലിങ്ക്ഡ് ജീൻസ് ഒരു ക്രോമസോം തന്നെ അടുത്തടുത്തായിട്ട് കാണുന്ന ജീൻസ് നമ്മൾ ലിങ്ക്ഡ് ജീൻസ് ഒക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ ഒക്കെ ഇതിന് ഒരു എക്സെപ്ഷനായിട്ട് വരണം കേട്ടോ. പക്ഷേ മെൻഡൽസിൻ്റെ ഈ ലോ പ്രകാരം എന്താണ്? ഒരു ജീൻ്റെ മൂവ്മെൻറ്റ് മറ്റൊരു ജീൻ്റെ മൂവ്മെൻറ്റിന് എന്തെയില്ല? ബാധിക്കുന്നില്ല. രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതാണെന്ത്? ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ലോ. അതാണെന്ത്? ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ലോ. മനസ്സിലാവുണ്ടോ? അപ്പോൾ എന്താണ് ഇത്? മെൻഡലിൻ്റെ സെക്കൻഡ് ലോ ആണത്. ഓക്കെ. ഈ നിയമം എന്താ പറയണത്? എ പെയർ ഓഫ് ട്രൈറ്റ്സ് സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ദി അനദർ പെയർ ഓഫ് ക്രോമസോം ഡ്യൂറിങ് ദി ഗാമേറ്റ് ഫോർമേഷൻ. അപ്പോൾ ഗാമേറ്റ് ഫോം ചെയ്യുമ്പോൾ ഒരു പെയർ ട്രൈറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് മറ്റേ പെയർ ട്രൈറ്റ് ഉദ്ദേശിക്കുന്ന അവിടെ ജീനാട്ടോ. മെൻ്റൽ കണ്ടെത്തിയ സമയത്തിൻ്റെ ജീൻ ഒന്നും വിളിച്ചിട്ടില്ല. ജീൻ എന്നൊക്കെ പിന്നെ വന്ന പേരാണ്. അപ്പോൾ മെൻ്റൽ ഇതിനെ വിളിച്ചിട്ട് ട്രൈറ്റ് ഫാക്ടർ എന്നൊക്കെ വിളിച്ചത്. മെൻ്റൽ ഇതിനെ ഫാക്ടർ എന്നൊക്കെ വിളിച്ചത് കേട്ടോ. അതുകൊണ്ട് അവിടെ ജീൻ എന്നുള്ള പദം ഇവിടെ ഉപയോഗിക്കാണ്ട് പോകുന്നത് മെൻ്റൽസിൻ്റെ നിയമമാണ് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്? ഈ നിയമപ്രകാരം എന്താ പറഞ്ഞത്? ഒരു പെയർ ഓഫ് ട്രൈറ്റ് വെച്ചാൽ ഒരു പെയർ ഓഫ് ജീൻസിൻ്റെ മൂവ്മെൻറ്റ് മറ്റൊരു ജീൻസിൻ്റെ മൂവ്മെൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് ഈ നിയമം പറയുന്നത്. ഓക്കെ. അപ്പോൾ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ജീൻസ് എന്താണ്? ഇൻഡിപെൻഡൻ്റ്ലിയാണ് അസോർട്ട് ചെയ്യുന്നതാണ് എന്ത്? ഈ നിയമപ്രകാരം ഇതാണെന്ത്? ലോ ഓഫ് ഇൻഡിപെൻഡൻസ് അസോർട്ട്മെൻറ്റ്. അപ്പോൾ മൊത്തമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് പഠിച്ചത്? മെൻഡൽസ് ലോസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള ലോസ് ഉണ്ട്. ജെനറ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഗ്രിഗർ മെൻഡലാണ്. അപ്പോൾ ഈ 3 ലോസുകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് എന്താണ്? ഡോമിനൻസ് ആണ്. അത് പറയുന്നത് എന്താണ്? ലോ ഓഫ് ഡോമിനൻസിൽ എന്താ പറയുന്നത്? ഓരോ ജീൻസ് ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ, ഒരു ഹൈബ്രിഡ് ഓഫ്സ്പ്രിങ്ങിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഏതെങ്കിലും ഒരു അലിൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അതിനെ ഡോമിനൻ്റ് അലിൽ നിന്നും ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു അലിൽ എന്ത് ചെയ്യും? സപ്രസ് ചെയ്ത് വെക്കും. അതിന് നമ്മൾ റിസസീവ് അലിൽ നിന്നും വിളിക്കും. ഇതാണെന്ത്? ലോ ഓഫ് ഡോമിനൻസ് ഉള്ളത്. ഇനി എന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് വെച്ചാൽ ഗാമേറ്റ് ഫോർമേഷൻ സമയത്ത് ഏതെങ്കിലും ഒരു അലീൽസേ എന്ത് ചെയ്യുള്ളൂ? ഗാമറ്റിലോട്ട് പോവുള്ളൂ. 2 അലീൽസും കൂടി ഒരു ഗാമറ്റിലേക്ക് പോകില്ല എന്നുള്ളതാണത് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇനി എന്താണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ 2 ജീൻസ് പെയർ ഉണ്ടെങ്കിൽ ഒരു ജീൻ പെയറിൻ്റെ മൂവ്മെൻറ്റ് മറ്റേ ജീൻസ് പെയറിനെ എന്തില്ല? അവിടെ ബാധിക്കുന്നില്ല. ഇപ്പോൾ ചുവപ്പ് പൂവിൻ്റെ നിറം തീരുമാനിക്കുന്ന ജീൻസ് പൂവിൻ്റെ വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടി എടുക്കുക. പൂവിൻ്റെ അതിൻ്റെ കാലിക്സിൻ്റെ
രൂപമായിട്ടുള്ള ബന്ധമില്ല. നമുക്ക് വേറെ പറയാം, നമ്മുടെ മുടി ചുരുട്ടുന്ന ജീൻസിൻ്റെ മൂവ്മെൻറ്റും നമ്മുടെ കണ്ണ് നിറം കൊടുക്കുന്ന ജീൻസിൻ്റെ മൂവ്മെൻറ്റും ഇൻഡിപെൻഡൻ്റാണ് അസോർട്ട് ചെയ്യണത്. വെച്ചാൽ ചുരുണ്ട മുടിൻ്റെ കൂടെ ആര് വരാം? ചുരുണ്ട മുടിൻ്റെ കൂടെ എന്ത് വരാം? നീല കൃഷ്ണമണിയുള്ള ആൾ വരാം. ചുരുണ്ട മുടിൻ്റെ കൂടെ എന്ത് വരാം? ബ്രൗൺ കൃഷ്ണമണിയുള്ള ആൾ വരാം. അതുപോലെ നീളം മുടിൻ്റെ കൂടെ എന്ത് വരാം? നീണ്ട മുടിയുടെ കൂടെ നീലക്കണ്ണുള്ള ആൾ വരാം. നീളം മുടിയുടെ കൂടെ ബ്രൗൺ നിറത്തിലുള്ള കൃഷ്ണമണിയുള്ള ആളായിട്ട് മാറാം. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമുക്ക് ഉണ്ടാക്കാം. അതാണ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഒരു ജീൻ പെയറിൻ്റെ മൂവ്മെൻറ്റ് മറ്റേ ജീൻ പെയറിൻ്റെ മൂവ്മെൻറ്റ് തമ്മിൽ എന്തില്ല? ബന്ധമില്ല. അതാണ് ഇൻഡിപെൻഡൻ്റ് ആണ്. അവരെന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. അതാണ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 നിയമങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക, പഠിച്ച് വയ്ക്കുക. നോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൺസെപ്റ്റ് മനസ്സിലാക്കി എന്ത് ചെയ്യുക? നോട്ട് വായിച്ചാൽ മതി കേട്ടോ. കൺസെപ്റ്റ് മനസ്സിലാക്കി നോട്ട് വായിച്ച് വെച്ചാൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.